ശരിക്കും നീറ്റ് ടഫാണോ? നിങ്ങളെപ്പോലെ ഓവർ തിങ്കിങ്ങും അല്ലെങ്കിൽ എപ്പോഴും മടി പിടിച്ചിരിക്കുന്ന പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ് തന്നെയാണ്. ഈ കൂടി വരുന്ന കോമ്പറ്റീഷനെ നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പോകുന്നത്? ഹലോ ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ദിസ് ഇസ് അഫ്ര മുജീബ്, യുവർ നെക്സ്റ്റ് ജെൻ മെഡിക്കോ മെഞ്ചർ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ് ഞാൻ. നീറ്റ് 2025 എല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയോ? ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, പഠിപ്പിച്ചിട്ടൊന്നുമല്ല, നീറ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ ഉള്ളത്. നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കരിയറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടോയെന്നും നിങ്ങൾ എപ്പോഴും സംശയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ശരിക്കും നീറ്റ് ടഫാണോ? ഞാൻ എൻ്റെ 3rd അറ്റംപ്റ്റിലാണ് നീറ്റ് ക്രാക്ക് ചെയ്യുന്നത്. ഒരു പഠിപ്പിസ്റ്റ് ആയിട്ടുള്ള കുട്ടിയൊന്നുമല്ല, ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. നിങ്ങളെപ്പോലെ ഓവർ തിങ്കിങ്ങും അല്ലെങ്കിൽ എപ്പോഴും മടി പിടിച്ചിരിക്കുന്ന പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് തന്നെയാണ്. പക്ഷേ എന്തോ ഒരു ഉള്ളിലുള്ളൊരു ഫയർ കാരണം, ഞാൻ വിചാരിച്ചൊരു ഡ്രീമിലേക്ക് എത്തണം എന്നുള്ളൊരു ഫയർ കാരണമെന്ന് ഞാനും വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. നമ്മളെപ്പോഴും പറയാം നീറ്റ് എന്ന് പറഞ്ഞത് ഒരു ടഫ് എക്സാമിനേഷനാണ്, ആർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണെന്നുള്ള ഉള്ളിൽ നമുക്കൊരു തോട്ട് ഉണ്ടാവും. പക്ഷെ അതെല്ലാവരും ഹൈപ്പ് കൊടുത്ത് കയറ്റി വെച്ചതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 12th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് നീറ്റ് എക്സാം ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വെറും NCERT നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ഇത്ര കോമ്പറ്റീറ്റീവ് ആവുന്നത്? നീറ്റ് എക്സാമിനേഷൻ ഇസ് എ കോമ്പറ്റീറ്റീവ് എക്സാം. യെസ്, കോമ്പറ്റീഷൻ. 141 കോടി ജനങ്ങൾ ഉള്ള ഈ രാജ്യത്ത് അത് മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. നമ്മളെല്ലാവരും ഭയങ്കര പ്രസ്റ്റീജിയസ് ആയി കാണുന്നൊരു ഫീൽഡിൽ വെറും 55,000 ഗവൺമെൻറ് മെഡിക്കൽ സീറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നീറ്റ് എക്സാമിനേഷൻ 2024 എഴുതാൻ പോയത് 24 ലക്ഷം കുട്ടികളാണ്. ഈ 24 ലക്ഷം കുട്ടികൾക്ക് വെറും അവൈലബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് സീറ്റ് എന്ന് പറഞ്ഞാൽ 55,000 സീറ്റ്സാണ്. അതുകൊണ്ടാണ് ഇത്രയും കോമ്പറ്റീഷൻ വരുന്നത്. ലാസ്റ്റ് ഇയർത്തെ കണക്കെടുത്ത് നോക്കിയാൽ അറിയാം, 17 കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടി. ദാറ്റ് മീൻസ് അത്രയ്ക്ക് കോമ്പറ്റീഷൻ ലെവൽ കൂടിയിട്ടുണ്ട്. എല്ലാവർക്കും റിസൾട്ട്സ് കുറേ കിട്ടാൻ തുടങ്ങി, എല്ലാവർക്കും വീഡിയോ ക്ലാസ് ആയും ലെക്ചേഴ്സും എല്ലാം കിട്ടാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ കോമ്പറ്റീഷൻ കൂടി വരുന്നതും. അതുമല്ല, ഈ 650 മാർക്ക് ഇല്ലാതെ 650 മാർക്സ് കിട്ടാത്തൊരു സ്റ്റുഡൻറ്റിന് ഗവൺമെൻറ് സീറ്റേ കിട്ടില്ല എന്നുള്ള രീതിയിലായി. MBBSലേക്ക് എല്ലാവരും എത്തിപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ടും ആ കരിയർ അത്രയും പ്രസ്റ്റീജിയസ് ആയി കാണുന്നത് കൊണ്ടും ആയിരിക്കും ഈ കോമ്പറ്റീഷൻ കൂടുന്നത്. ഈ കൂടി വരുന്ന കോമ്പറ്റീഷനെ നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പോകുന്നത്? എന്നെപ്പോലെയുള്ള ആവറേജ് സ്റ്റുഡൻസിന് എപ്പോഴും ഒരു റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ സ്കോർ കൂടാൻ പോകുന്നുള്ളൂ. രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്ന വരെയുള്ള സമയം മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കാൻ നോക്കുക. ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുക, ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ തീർക്കണം, എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ മാനേജ് ചെയ്ത് MCQs എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളതൊക്കെ നോക്കണം. പിന്നെ എപ്പോൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ നോക്കുക. ഈ ഒരു നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ടൈം ബൗണ്ട് എക്സാം ആണ്. നമ്മൾ സാധാരണ ബോർഡ് എക്സാം എഴുതുമ്പോഴും ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതുമ്പോഴും അതൊരു 2.5 മണിക്കൂറിൽ ഇത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷേ 720 മാർക്കിൻ്റെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിട്ട് വരുന്ന ടൈമിൽ അതിന് 3.5 hours, ഇപ്പോൾ 3 മണിക്കൂർ 20 മിനിറ്റുമാണ് നീറ്റ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മൾ 180 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ഈ 180 ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 1 മിനിറ്റ് എന്നുള്ള കണക്കേ കിട്ടുള്ളൂ. അപ്പോൾ ഫിസിക്സിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, ഫിസിക്സിലെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കും. അതിൽ ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്ത് നമ്മുടെ ആ ഒരു ഇക്വേഷനിലേക്ക് എത്തി പിന്നെ അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ച് അത് OMR ഷീറ്റ് ബബിൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 1 മിനിറ്റിൽ കൂടുതൽ എടുക്കും. പക്ഷേ ഈ സമയം നമ്മൾ ബയോളജിയിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്യാണ് വേണ്ടത്. ബയോളജി അത്രക്കും നമുക്ക് ക്ലിയർ ആണ്, ടോപ്പിക്സ് അത്രയും കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വെറും 30 സെക്കൻഡ്സ് മതിയാവും. ബാക്കിയുള്ള 30 സെക്കൻഡ്സ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫിസിക്സിലേക്ക് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ കുട്ടികളും ഒരേപോലെ പഠിക്കുന്ന ആൾക്കാരായിരിക്കില്ല. ചില ആൾക്കാർക്ക് ചിലപ്പോൾ രാവിലെ നേരത്തെ ഇരുന്നിട്ട് പഠിക്കേണ്ടി വരും, ചില ആൾക്കാർ രാത്രി ലേറ്റ് ആയിട്ടായിരിക്കും പഠിക്കുക. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ രാത്രി ലേറ്റായിട്ട് പഠിക്കാൻ ഇരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അത്രയും കാലം മാർക്ക് കൂടാത്തപ്പോൾ മനസ്സിലായി എനിക്ക് ശരിക്കും രാവിലെ എഴുന്നേറ്റ് പഠിച്ചാലാണ് മാർക്ക് കൂടാന്നുള്ളത്. ആ ഒരു ടൈമിൽ ലാസ്റ്റ് റിപ്പീറ്റ് എൻ്റെ 3rd അറ്റംപ്റ്റിൻ്റെ ടൈമിലാണ് ഞാൻ ശരിക്കും എൻ്റെ റുട്ടീൻ ഒന്ന് റെഡിയാക്കിയത്. രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ തുടങ്ങി. ഒരു 5 o'clock ഒക്കെ ആകുമ്പോൾ എണീറ്റിട്ട് 5:30 ആകുമ്പോഴേക്ക് സ്റ്റഡി ഹാൾ എത്തുന്ന രീതിയിലേക്ക് ഞാൻ മാറ്റിയെടുത്ത് തന്നെ. ആ ടൈമിലാണ് ശരിക്കും മനസ്സിലായി എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് ശരിക്കും നമ്മൾ പ്രൊഡക്റ്റീവ് ആവുക. നമ്മളെപ്പോഴും ഒരു ഏർലി മോർണിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിരിക്കും. ആ സമയത്ത് നമുക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആവട്ടെ, ടഫായിട്ടുള്ള ഇക്വേഷൻസ് ആവട്ടെ, ഇതൊക്കെ റിവൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് നല്ലോണം പഠിക്കാനും കഴിയും. ആ ഒരു ഫ്രഷ് മൈൻഡിലേക്ക് നമ്മൾ എന്ത് കോൺസെപ്റ്റ് കൊടുക്കുന്നോ അതൊക്കെ നമുക്ക് അപ്പം തന്നെ സ്റ്റോർ ആവാൻ തുടങ്ങും. ഫിസിക്സ് ആണ് എൻ്റെ വീക്ക് സബ്ജക്റ്റ്. അത് ചിലപ്പോൾ ഒരു പക്ഷേ +2 മാത്തമാറ്റിക്സ് എടുക്കാത്തതുകൊണ്ടായിരിക്കും ഫിസിക്സ് ആയിരുന്നു എൻ്റെ വീക്ക് സബ്ജക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ആ ഫിസിക്സിൽ കുറേ ഇക്വേഷൻസ് ഉണ്ട്. ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ 1 മിനിറ്റ് ഒന്നല്ല, എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു 5-6 മിനിറ്റ് ഒക്കെ വേണ്ടി വരും. ഈ സമയമാകുമ്പോൾ തന്നെ നീറ്റ് എക്സാം ബാക്കിയുള്ള ഫിസിക്സ്, കെമിസ്ട്രിയും ബയോളജി എനിക്ക് ടൈം കൊടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ഫിസിക്സിലുള്ള ടഫ് സബ്ജക്റ്റ് എന്ത് ചെയ്തു, അതൊന്ന് ഈസി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് ഫിസിക്സ് തന്നെ വായിക്കാൻ തുടങ്ങി.
ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇക്വേഷൻസ് ആയിരിക്കും, ന്യൂമറിക്കൽസ് ആയിരിക്കും, അതിങ്ങനെ ഷോർട്ട് കട്ട്സിൽ ചെയ്യേണ്ടി വരും. അവിടെ ഇരുന്ന് എക്സാമിൻ്റെ ടൈമിൽ ഇരുന്ന് ഡിറൈവ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആ സമയത്തിനേക്ക് എന്ത് ചെയ്തു, ഇക്വേഷൻസ് ഒക്കെ എഴുതിയെടുത്തു. എന്നിട്ട് അത് എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ എപ്പോഴും എടുത്ത് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എഴുതി വെച്ചു. ആ സമയത്ത് നമ്മൾ എപ്പോഴും രാവിലെ എഴുന്നേൽക്കുന്ന ടൈമിൽ ഇതെടുത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ ആ ഇക്വേഷൻസ് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ സ്റ്റോർ ആയി നിൽക്കുകയാണ് ചെയ്യുക. പിന്നെ ഒരു എക്സാമിന് പോകുന്ന സമയത്ത് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ആ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഏത് ഇക്വേഷനാണോ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അത് താനേ അങ്ങ് വന്നോളും. നമ്മൾ അവിടെ ഇരുന്ന് ഡിറൈവ് ചെയ്തെടുക്കേണ്ട ആവശ്യം വരില്ല. ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാനുള്ള ലെവലിലേക്ക് നിങ്ങൾ മാറണം. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ നമുക്ക് വേണ്ടത് സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പം ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ള ഒരു സ്കില്ലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അവിടെ പോയിട്ട് നമ്മൾ പഠിച്ച എല്ലാ കോൺസെപ്റ്റും അല്ലെങ്കിൽ നമ്മൾ കുറേ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് പോയിട്ട് ആ ടോപ്പിക്കൊക്കെ നമുക്ക് അവിടെ നിന്ന് ഓർമ്മ ഉണ്ടായിരുന്നു വരില്ല. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് ആ ക്വസ്റ്റ്യനിൽ നിന്ന് എങ്ങനെ ആൻസറിലേക്ക് എത്താം എന്നുള്ള ഒരു സ്കില്ല് നമുക്ക് വേണം. 4 ഓപ്ഷൻസ് കൊടുക്കുമ്പം ആ 4 ഓപ്ഷനിൽ നിന്ന് 2 റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കി 2 ഓപ്ഷൻസിൽ നിന്ന് ഏതായിരിക്കും ആൻസർ എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവാണ് നമുക്ക് വേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ OMR ഷീറ്റ് ബബിൾ ചെയ്യാനും ആ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ നമുക്ക് 1 മിനിറ്റ് ഉള്ളൂ. പക്ഷെ ആ 1 മിനിറ്റിനുള്ളിൽ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസർ എങ്ങനെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. ആ ഒരു 720 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് കുറേ മോക്ക് ടെസ്റ്റ് കിട്ടാൻ പോകുന്നുണ്ട്. അപ്പം മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അതിൽ വരുന്ന നെഗറ്റീവ്സും പോസിറ്റീവ്സും നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് ആ നെഗറ്റീവ്സ് ഏതൊക്കെ ക്വസ്റ്റ്യനാണ് വന്നത് അതിൻ്റെ കോൺസെപ്റ്റും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പം നിങ്ങൾക്ക് അവിടെ പോസിറ്റീവാണ് വരാൻ പോകുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നീറ്റ് എക്സാമിന് പോകുന്ന ടൈമിൽ നിങ്ങൾ കാണാത്ത ഒരു ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവില്ല. നിങ്ങൾ കണ്ട ആ പൂൾ ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരു ജസ്റ്റ് ന്യൂമറിക്കൽസോ അല്ലെങ്കിൽ ജസ്റ്റ് വേർഡുകളോ ഓപ്ഷൻസോ മാറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അത് എഴുതുന്ന ടൈമിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കും. നിങ്ങൾ ആ OMR ഷീറ്റിൽ ബബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രക്കും കോൺഫിഡൻ്റ് ആയിരിക്കും ഇതാണ് ആൻസർ എന്നുള്ളത്. ആ ഒരു പ്രാക്ടീസാണ് വേണ്ടത്. ഓരോ ചാപ്റ്ററിലും നിങ്ങൾക്ക് മിനിമം 50 MCQs എങ്കിലും പ്രാക്ടീസ് ചെയ്യണം. പിന്നെ എപ്പോഴാണോ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നത്, ആ ടോപ്പിക്ക് നിങ്ങൾക്ക് 100% ക്ലിയർ ആവുന്നത് എപ്പോഴാണോ അതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം MCQs. ഈ ഒരു പ്രാക്ടീസിങ് സ്കിൽസ് നിങ്ങൾ എന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്നോ അന്ന് നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് MBBS സീറ്റ് ഉറപ്പാക്കാൻ പറ്റും. നീറ്റ് ഒരു ടഫ് എക്സാം അല്ല, പക്ഷെ അതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ ക്രാക്ക് ചെയ്യണമെങ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് സ്കിൽസാണ്. ഞാനും നിങ്ങളെയും പോലുള്ള ആവറേജ് സ്റ്റുഡൻസ് ഡെവലപ്പ് ചെയ്യേണ്ടത് ഒരു റുട്ടീനും സ്കിൽസുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ഓൾ ദി ബെസ്റ്റ്.